ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 108 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോസ്റ്റ് ഒരിക്കൽ കൂടെ പറയുന്നു. എസ്തേർ 3 മുതൽ 6 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അയച്ചിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും നമുക്ക് ഒന്നുകൂടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: തപാൽ ജീവനക്കാർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ഈ പദത്തിന്റെ ആദ്യത്തെ 3 അക്ഷരം ചേരുമ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലനാമമാണ്. പദം ഏത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം അഞ്ചൽക്കാർ എന്നുള്ളതാണ്. എസ്തേർ 3:15 ഈ ഉത്തരം ഉള്ളത് കേട്ടോ. സ്ഥലം അഞ്ചൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 5 അക്ഷരമുള്ള ഒരു പദത്തിന്റെ 1-2 അക്ഷരങ്ങൾ ചേർന്നാൽ മാതാവ് എന്നർത്ഥം, 1-4 അക്ഷരങ്ങൾ ചേർന്നാൽ പിതാവ് എന്നർത്ഥം. എങ്കിൽ 5 അക്ഷര പദം ഏതെന്ന് പറയാമോ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഉമ്മരപ്പടി. എസ്തേർ 6:2 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഉമ്മ എന്നുള്ളത് മാതാവ്, ഉപ്പ എന്നുള്ളത് പിതാവ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: രാജാവിന്റെ ആജ്ഞയും വിധിയും ചെന്ന സംസ്ഥാനത്തൊക്കെയും യഹൂദന്മാരുടെ ഇടയിലുണ്ടായ 4 കാര്യങ്ങൾ ഏവ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസേഴ്സ്: മഹാദുഃഖം, ഉപവാസം, കരച്ചിൽ, വിലാപം. എസ്തേർ 4:3 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: തൂവാല, മേൽവസ്ത്രം എന്നീ വാക്കുകൾക്ക് പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഏവ? ഉത്തരം റൂമാൽ, അതായത് തൂവാല, അതുപോലെ ഉത്തരീയം, മേൽവസ്ത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 19:12 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം: ആകാശം അല്ലെങ്കിൽ സ്വർഗം എന്നർത്ഥം വരുന്ന 2 അക്ഷര പദം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്. എന്താണത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ദ്യോവ്. അപ്പോസ്തല പ്രവൃത്തികൾ 19:35 വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും. അടുത്ത പോർഷൻ പറയുന്നു: എസ്തേർ 7 മുതൽ 10 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.